ഒരു ലാപ്ടോപ്പ് 30,000 രൂപയ്ക്ക് വാങ്ങി 10,000 രൂപ റിപ്പയറിങ്ങിന് ചിലവാക്കി അത് എത്ര രൂപയ്ക്ക് വിറ്റാൽ 8% ലാഭം കിട്ടും? അപ്പോൾ ലാപ്ടോപ്പ് 30,000 രൂപ കൊടുത്ത് വാങ്ങി. പക്ഷേ വാങ്ങിയ വില 30,000 ആണെങ്കിലും അത് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് 10,000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിയ ആൾക്ക് വാങ്ങിയ വില 30,000വും അതിൽ ചിലവാക്കിയത് 10,000വും കൂടി കൂട്ടിയിട്ട് നമുക്ക് മുടക്കിയ തുകയായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം മുടക്കിയ തുക എഴുതാം. മുടക്കിയ തുക എന്ന് പറയുന്നത് എത്രയാണ്? ഇത് രണ്ടും കൂടി കൂട്ടുക. 30,000വും 10,000 കൂടി കൂട്ടിയ 40,000 രൂപ. അപ്പോൾ ഇത് വാങ്ങിയ വിലയിട്ട് കണക്കാക്കണം. വാങ്ങിയ വില 30,000 ഉള്ളുവെങ്കിലും വാങ്ങിച്ച ആൾ തന്നെ 10,000 രൂപ കൊടുത്ത് റിപ്പയർ ചെയ്തിറക്കുകയാണ്. അപ്പോൾ ഇത് മുടക്കിയ തുക അല്ലെങ്കിൽ വാങ്ങിയ വിലയിട്ട് നമുക്ക് 40,000 കണക്കാക്കണം. ഇനി നമുക്ക് ലാഭ ശതമാനം അറിയാം. 8% എന്താ കാണേണ്ടത്? എത്ര രൂപയ്ക്ക് വിറ്റാൽ. അപ്പോൾ നമുക്ക് വിറ്റ വില കാണണം. സൂത്രവാക്യം വിറ്റ വില കാണുന്നതിനുള്ള സൂത്രവാക്യം വാങ്ങിയ വില ഇൻറ്റു 100 കൂട്ടണം ലാഭശതമാനം ബൈ 100. ഇതാണ് സൂത്രവാക്യം. നമുക്ക് വില കൊടുക്കാം. വാങ്ങിയ വില നമ്മൾ പറഞ്ഞു 30,000 എടുക്കരുത്, കാരണം ഇതും കൂടി 10,000 കൂടി കൂട്ടി 40,000 ആക്കിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയ വില നമുക്ക് എന്തെടുക്കണം? 40,000 ഇൻറ്റു 100 പ്ലസ് ലാഭശതമാനം. ലാഭശതമാനം 8ആണ്. അപ്പോൾ 100ഉം 8ഉം കൂട്ടിയ 108 ബൈ 100. നമുക്ക് ഈ 100ഉം 2 0 വെട്ടിക്കഴിഞ്ഞാൽ 400 ഇൻറ്റു 108. 4 കൊണ്ട് 108നെ ഗുണിക്കുക. 4 കൊണ്ട് 108നെ ഗുണിച്ചാൽ 432 എന്ന് വരും. പിന്നെ ഈ 2 0 ഉണ്ട്. അതായത് 43,200 രൂപയാണ് വിറ്റ വില. 43,200 രൂപയ്ക്ക് വിറ്റാലാണ് ആ ലാപ്ടോപ്പിൽ നമുക്ക് 8% ലാഭം കിട്ടുള്ളൂ.